ഉത്തർപ്രദേശിൽ വലിയൊരു എണ്ണ നിക്ഷേപം കണ്ടെത്തിയെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു ഗൾഫായിട്ട് ഉത്തർപ്രദേശ് മാറുമോ? അതിനുള്ള സാധ്യതകൾ കാണുന്നു. കാരണം ഉത്തർപ്രദേശിൻ്റെ കാര്യത്തിൽ ഉത്തർപ്രദേശിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. ഉത്തർപ്രദേശിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് 80 മെഡിക്കൽ കോളേജുകളുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? വിമാനത്താവളങ്ങളുടെ എണ്ണം എത്രയെന്നാണ് പറഞ്ഞത്? 21 വിമാനത്താവളങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്ത്യയിലെ എക്സ്പ്രസ് ഹൈവേകളുടെ 55% ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നമ്മുടെ നാട്ടിലെ ചില വ്ളോഗർമാർ, BJPക്ക് എതിരായിട്ടുള്ള വ്ളോഗർമാരിലൊക്കെ ഉത്തർപ്രദേശിൽ ചെന്ന് കഴിഞ്ഞിട്ട് ചെയ്ത വീഡിയോകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അതിപ്പോൾ ഉത്തർപ്രദേശിലെ വികസനമൊക്കെ കണ്ട് പറഞ്ഞപ്പോൾ ഇവിടെ ചില ആളുകൾ തുടാപ്പിയൊക്കെ വന്നിട്ട് അതിന് താഴെ ഈ വ്ളോഗർമാരെയൊക്കെ വല്ലാതെ ചീത്ത പറഞ്ഞതും അറിയാം. എന്നാൽ അവർ കണ്ട കാര്യം അവർ പറഞ്ഞു, പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട്. എന്ന് പറയുന്ന പോലെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുക. ഉത്തർപ്രദേശിൽ ലോട്ടറി അടിച്ചിരിക്കുന്നു. ഈ യഥാ രാജ തഥാ പ്രജ എന്ന് പറയല്ലേ, അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയാം. പ്രജകൾ എങ്ങനെയാണോ അങ്ങനെ രാജാവ്, അല്ലെങ്കിൽ രാജാവ് എങ്ങനെയാണോ അതുപോലെ പ്രജകളുമാകാം എന്നും പറയാം. എന്ന് പറയുന്നത് പോലെ തിരിച്ചും മറിച്ചും, ആ വാചകം ഞാൻ തിരിച്ചും മറിച്ചും പറഞ്ഞതാണ്. എന്ന് പറയുന്ന പോലെ ഉത്തർപ്രദേശിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്നു എന്ന കാര്യത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചാൽ ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ കർശനമായ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പോകുന്ന യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ ഇപ്പോൾ കുംഭമേള കഴിഞ്ഞു. കുംഭമേള നടന്ന പ്രയാഗ്രാജിലാണ് അല്ലേ? ഈ പ്രയാഗ്രാജ് ഒരു പുണ്യസ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. പണ്ടേ പുണ്യസ്ഥലമാണ്, അതുകൊണ്ടാണ് അവിടെ കുംഭമേള നടക്കുന്നത്. കുംഭമേള കൂടെ കഴിഞ്ഞപ്പോൾ പ്രയാഗ്രാജിൻ്റെ ഭാഗ്യം ഇരട്ടിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ 300 കിലോമീറ്റർ പരിധിയിൽ ഒരു ഓയിൽ ബെൽറ്റ് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അവിടെ ചിറ്റു പാണ്ഡെ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ട്. ചിറ്റു പാണ്ഡെ കുറേ ഭൂമിയുണ്ട്, ഒരുപാട് ആളുകൾക്ക് അവിടെ ഭൂമിയുണ്ട്. ചിറ്റു പാണ്ഡെയുടെ ഭൂമിയിൽ ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഏജൻസി, ONGC ഒരു പഠനം നടത്തിയപ്പോൾ അതിവിടെ 3000 മീറ്റർ ആഴത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ ഒരു വലിയ പാളി ഉണ്ടെന്ന് കണ്ടെത്തിയെന്ന് മാത്രമല്ല അത് 300 കിലോമീറ്റർ ഏരിയയിൽ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ 300 കിലോമീറ്റർ ഏറിയ വിസ്തൃതിയുള്ള ഒരു എണ്ണപ്പാടം ഭൂമിക്കടിയിൽ കണ്ടെത്തിയിരിക്കുന്നു. അത് കണ്ടെത്തിയിരിക്കുന്നത് സാഗർപാളി മേഖലയിലെ ബാല്യ ടു ഫഫാമു എന്ന് പറയുന്ന ഒരു മേഖലയിലാണ്. അത് പ്രയാഗ്രാജ് മേഖലയിൽ വരുന്നത്. അപ്പോൾ പ്രയാഗ്രാജിൻ്റെ ഒരു പ്രശസ്തി ഒന്നുകൂടി കൂടുകയാണ്. കുംഭമേള നടന്ന പ്രയാഗ്രാജ് ഇനി ഇന്ത്യയിലെ എണ്ണ ഖനി കൂടിയായി മാറാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഈ ചിറ്റു പാണ്ഡെയുടെ 6.5 ഏക്കർ ഭൂമി ഇപ്പോൾ ONGC പാട്ടത്തിനെടുത്തു എന്ന് പറഞ്ഞാൽ വർഷം 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അവിടെ ഡ്രില്ലിങ് നടക്കുന്നു. ഒരു ദിവസം ഡ്രില്ലിങ്ങിന് വേണ്ടി 25,000 ലിറ്റർ വെള്ളം ആവശ്യം വരുന്ന കണക്കൊക്കെ ഉണ്ട്. അതുപയോഗിച്ച് ഡ്രില്ലിങ് നടത്തുന്നു. ഡ്രില്ലിങ് ഏപ്രിൽ മാസത്തിൽ പൂർത്തിയാവും. അപ്പോൾ നമ്മൾ ഈ എണ്ണ കുടിച്ചെടുക്കുന്ന പൊതുവിൽ കേട്ടിട്ടുള്ളത് കടലിൽ നിന്ന് റിഗുകൾ ഉണ്ടാക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ അതിന് വലിയ ചിലവാണ്. കടലിലേക്ക് പോകുന്നു, അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ, അവിടെ റിഗുകൾ ഉണ്ടാക്കൽ, അത് അവിടത്തേക്കുള്ള യാത്ര, ഇതൊക്കെ വലിയ എക്സ്പെൻസീവാണ്. പക്ഷേ ഇവിടെ ഇതാ കടലിലല്ല, കരയിൽ വന്നിരിക്കുന്നു എണ്ണ. അപ്പോൾ കരയിൽ എണ്ണ പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഓയിൽ റിസർവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 587 മില്യൺ മെട്രിക് ടൺ ഓയിൽ റിസർവ് ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ ആസാം, ഗുജറാത്ത് തീരമേഖലകളിലൊക്കെ ഉണ്ടെന്നാണ് ONGC ഒരു കണക്ക്. പക്ഷേ അതിൻ്റെ അത്രയും മേഖലകളിലുള്ള കടലിൽ നിന്ന് ഡ്രില്ല് ചെയ്തെടുക്കുന്നതിനേക്കാളും കൂടുതൽ എണ്ണ ഗുജറാത്തിലെ ഈ ബല്യ ടു ഫഫാമു ഏരിയയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കാമെന്നാണ് ONGC കണക്കാക്കുന്നത്. അങ്ങനെ അവിടെ ഡ്രില്ലിംഗ് ആരംഭിക്കുകയാണ്. ഡ്രില്ലിംഗ് ഏപ്രിലിൽ തീരും എന്ന് പറഞ്ഞാൽ ഏപ്രിലിൽ ഡ്രില്ലിംഗ് പൂർത്തിയായാൽ കിണർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ? പിന്നെ ഈ ക്രൂഡ് എടുക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ വിതിൻ ഒരു 6 മന്തിനുള്ളിൽ 6 മാസങ്ങൾക്കുള്ളിൽ വലിയ തോതിലുള്ള എണ്ണ ഖനനം ഉത്തർപ്രദേശിൽ ആരംഭിക്കുകയാണ്. നോക്കൂ, നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ആളുകൾ പേർഷ്യയ്ക്ക് പോകുന്നതിനെ കുറിച്ചാണ് കേൾക്കുന്നത്. അതെ, പേർഷ്യ എന്ന് പറഞ്ഞാൽ ദുബായ് അല്ല, പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാനായിരുന്നു. അവൻ പേർഷ്യക്കാരൻ എന്നൊക്കെ പറയും. അപ്പോൾ അന്നൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു സമ്പന്ന രാജ്യം എന്ന് പറഞ്ഞാൽ പേർഷ്യ ആയതുകൊണ്ടാണ് പേർഷ്യക്കാരൻ എന്ന് പറയുന്നത്. പിന്നീടാണ് നമ്മൾ നോക്കൂ, സൗദി അറേബ്യയുടെ ആണെങ്കിലും അല്ലെങ്കിൽ UAE ആണെങ്കിലും ഒക്കെ ഈ സമ്പൽ സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ കൺമുന്നിൽ നോക്കി നിൽക്കെ ഉണ്ടായി വന്നതാണ്. പെട്ടെന്ന് എണ്ണപ്പാടങ്ങൾ കണ്ടെത്തി അത് മൈൻ ചെയ്ത് വലിയ തോതിൽ പ്രകൃതി വിഭവങ്ങളുടെ ഒരു സമ്പത്ത് ഉണ്ടെന്ന് തിരിച്ചറിയുകയും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും അത് ലോകത്തിന് മുഴുവൻ അനിവാര്യമായ ഒരു വസ്തുവാണെന്ന് ഇരിക്കുകയും കൂടി ചെയ്തുകൂടി
കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് ആര് മാറി? ഗൾഫ് രാജ്യങ്ങൾ മാറി. എണ്ണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ കൽക്കരി ഉണ്ടാവുന്നത് പ്രാചീന കാലത്തെ മരങ്ങളെല്ലാം മണ്ണിനടിയിലായി, അതാണ് കരിഞ്ഞ് കൽക്കരിയാവുന്നത്. എണ്ണ എന്ന് പറയുന്നത് മുൻപ് ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ ഫോസിലുകളൊക്കെ ചീഞ്ഞഴുകി ഉണ്ടാവുന്നതാണ് എണ്ണ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മേഖലയിൽ ഒരു കാലത്ത് വലിയ തോതിൽ മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ജീവജാലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അവരെല്ലാം മണ്ണിനടിയിലായിപ്പോയി. അതാണ് ഓയിലായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ബൈക്കിനും കാറിനും ഒക്കെ പെട്രോൾ അടിക്കുമ്പോൾ അത് ഒരു ജീവിയുടെ അംശമാണ്. മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് മുമ്പേ ഈ ഭൂമിയുടെ അവകാശികളായിരുന്ന ഒരു ജീവജാലത്തിൻ്റെ ശേഷിപ്പാണ് എണ്ണ എന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ തോതിലുള്ള ഈ ശേഷിപ്പുകൾ എടുത്തിട്ടാണ് ഗൾഫ് രാജ്യങ്ങളും എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളും സമ്പന്നമായി മാറിയത്. ഇപ്പോൾ നമുക്ക് യു പി എണ്ണ കൂടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായി മാറിയാൽ ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ രാജ്യമായി, ഇന്ത്യയിലെ ഗൾഫായിട്ട് ഉത്തർപ്രദേശ് മാറും. അവിടുത്തെ അമീറായിട്ട്, അവിടുത്തെ രാജാവായിട്ട്, അവിടുത്തെ സുൽത്താനായി യോഗി ആദിത്യനാഥ് മാറുകയാണ്. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് നന്നായി രാജ്യം ഭരിക്കുകയും പ്രജാക്ഷേമ തൽപരനായി രാജ്യഭരണം നടത്തുന്ന ഒരാൾക്ക് പ്രകൃതി തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടു നടക്കും. സ്വാർത്ഥതയില്ലാത്ത ഒരാൾക്ക്. അപ്പോൾ വേറെ ആർക്കെങ്കിലും കൊടുക്കാതെ ഉത്തർപ്രദേശിൽ തന്നെ ഇത് കണ്ടെത്തി എന്ന് പറയുന്നത് അത് ആരുടെ തീരുമാനമൊന്നുമില്ല, ഭൂമിയിലെ അടിയിലുണ്ടായിരുന്നു, കണ്ടുപിടിച്ചു. എന്നാൽ പോലും അങ്ങനെ തനിക്ക് 5 പൈസയുടെ ആവശ്യം തനിക്കില്ല. അദ്ദേഹം ഒരു സന്യാസിയാണ് അല്ലേ, അദ്ദേഹത്തിന് കുടുംബമില്ല. 25-30 വർഷത്തിന് ശേഷമാണ് അമ്മയെ ഒന്ന് പോയി കണ്ടത്. കാരണം അദ്ദേഹം വളരെ ചെറുതായിരിക്കുന്ന കാലത്തെ എല്ലാം ഉപേക്ഷിച്ച് ഇരിക്കപ്പിണ്ടം വെച്ച് വീട്ടിൽ നിന്നിറങ്ങി സന്യാസിയായി പോയ ഒരാൾക്ക് പിന്നെ അമ്മയില്ല, ബന്ധങ്ങളില്ല. അങ്ങനെ സന്യാസിയായി നിൽക്കുന്ന ഒരാളാണ് രാജ്യം ഭരിക്കുന്നത്. സമ്പത്ത് വേണ്ട, അഴിമതി ഒന്നും വേണ്ട, ഒരു രൂപയുടെ ആവശ്യം പോലും ഇല്ല. ഒരു കാവ്യ വസ്ത്രം മതി. അതുമായി കിടന്നുറങ്ങുന്നത് ഇപ്പോഴും അദ്ദേഹം തറയിലാണ് കിടന്നുറങ്ങുന്നത്, പലകമയിലാണ് കിടന്നുറങ്ങുന്നതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് 300 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഓയിൽ ബെൽറ്റ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സങ്കുചിതമായി ഇപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ യോഗിയെക്കുറിച്ച് അല്ലെങ്കിൽ BJP-യെക്കുറിച്ച് ഉത്തർപ്രദേശ് സർക്കാരിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം കരുതണ്ട. ഇപ്പോൾ ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് വലിയ തോതിൽ ആവശ്യമായ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന 300 കിലോമീറ്റർ മേഖലയുള്ള ഒരു ക്രൂഡ് ഓയിൽ ബെൽറ്റ് ഉണ്ട് എന്ന് വരുന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാണ്. ആ സംസ്ഥാനത്തിന്റെ തലവരെ മാറും അല്ലേ. സംസ്ഥാനത്തിന്റെ മാത്രമല്ല, ഇത്രയും പറഞ്ഞത് സംസ്ഥാനത്തെ കുറിച്ചാണ്. രാജ്യത്തിന്റെ എക്കണോമിയെ സാരമായി മാറ്റം ഉണ്ടാവും. നമ്മുടെ വിദേശ നാണ്യം പുറത്തേക്ക് ഓയിൽ വാങ്ങാൻ വേണ്ടി പോകുന്നത് നമുക്ക് അത്രയും കുറയ്ക്കാൻ കഴിയും. പിന്നെ നമ്മുടെ ഇത് വാങ്ങാൻ വാങ്ങാൻ ആളുണ്ടാവും. ഇപ്പൊ തന്നെ സൗദി അറേബ്യയൊക്കെ കൂടുതൽ എണ്ണ വെക്കുന്നത് നമ്മളാണ്. കാരണം അതിന്റെ കണക്കുകൾ വന്നില്ല, നമ്മളൊരു വീഡിയോ ചെയ്താണ്. കാരണം ഈ റഷ്യ-ഉക്രൈൻ യുദ്ധം വന്നതിന് ശേഷം റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തി, ആരും വാങ്ങരുതെന്ന്. പക്ഷേ നമ്മൾ വാങ്ങിച്ചിട്ട് ആദ്യമേ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ റിഫൈനറികളിൽ അത് പ്യൂരിഫൈ ചെയ്തിട്ട് എണ്ണയാക്കി കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ആ പരിപാടിയില്ല. നേരെ റഷ്യയിൽ നിന്ന് മേടിക്കും, കപ്പലിൽ കയറ്റും, കടലിൽ വെച്ച് തന്നെ നമ്മുടെ കപ്പലിൽ നിന്ന് വേറെ കപ്പലിലേക്ക് കൊടുക്കുമായിരുന്നു. അസംസ്കൃത എണ്ണ കൊടുക്കുമായിരുന്നു. അങ്ങനെ വന്ന് സൗദി അറേബ്യ വിറ്റതിനേക്കാൾ കൂടുതൽ എണ്ണ നമ്മൾ വിറ്റു കഴിഞ്ഞ സാമ്പത്തിക വർഷം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ലോക രാജ്യങ്ങൾക്കിടയിലുള്ള നമ്മുടെ തന്ത്രപരമായ ഒരു ഡിപ്ലോമസിയുടെ ഭാഗമാണ്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും നമുക്ക് ഉപരോധം മറികടക്കാൻ പറ്റും. ഇതാ ഇന്നലെയും ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഒന്നാന്തര സ്മാർട്ട് ഗൈയാണ് മോദി. മോദി ഈസ് എ സ്മാർട്ട് ഗൈ, ഈസ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്ന് ഇന്നലെ ട്രംപ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന വൈരുദ്ധ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയും മറ്റു രാജ്യങ്ങൾക്കിടയിലുള്ള നമ്മുടെ ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സർക്കാരും കൂടിയുള്ളപ്പോൾ, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ സർക്കാർ ഉണ്ടാവുന്നതിൻ്റെ ഗുണം ഉത്തർപ്രദേശിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്പ്രസ് ഹൈവേകളിൽ വലിയ പാലങ്ങൾ, എയർപോർട്ടുകൾ, ഇങ്ങനെ 80 മെഡിക്കൽ കോളേജുകൾ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് 2 ഇതെല്ലാം അവിടെ വന്നിരിക്കുന്നതിന് കാരണം സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന ഒരേ കക്ഷിയാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന വികസനമാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ളവർക്കാണ് എന്ത് വന്നാലും ഞങ്ങൾ ചാണകത്തി ചവിട്ടത്തില്ല എന്ന് പറയുന്നത് നമ്മുടെ മലയാളി ഉണ്ടല്ലോ. നമുക്കിവിടെ പട്ടിണിയാണെങ്കിലും ചാണകത്തി ചവിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതാണ് മലയാളികളുടെ ഒരു സ്യൂഡോ അഭിമാനം. മലയാളിയുടെ ഒന്നുമല്ല, ഒരു വിഭാഗത്തിൻ്റെ എന്ന് പറയാം. പക്ഷേ അങ്ങനെയല്ല, രാജ്യം മാറുകയാണ്. രാജ്യത്ത് നല്ല ഭരണം കാഴ്ചവെക്കുന്നിടത്ത് നല്ല വികസനം ഉണ്ടാകുന്നുണ്ട്. നമ്മളെ കേരളത്തിലുമുണ്ട്. കേരളത്തിൽ കൊല്ലത്ത് നിന്ന് 23 കിലോമീറ്റർ അപ്പുറത്ത് എണ്ണ കണ്ടെത്തി. സുരേഷ് ഗോപി അത് പാർലമെന്റിൽ പറഞ്ഞു. അതിന് മൈനിങ്ങിനുള്ള കരാർ ഒരു ബ്രിട്ടീഷ് കമ്പനിക്ക് കൊടുത്തു. അവിടെ മൈൻ ചെയ്യാനുള്ള പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ പലയിടത്തും മോദി സർക്കാർ വന്നതിന് ശേഷം, ഇത് ഒരു കാലത്ത് കൊല്ലത്ത് മുമ്പും പഠനം നടത്തിയതാണ്. ആ പഠനം അത് ഇല്ല എന്ന് പറഞ്ഞു പോയി. പക്ഷേ അവിടെ ഉണ്ടെന്നുള്ള ട്രേസസ്
കണ്ടെത്തി അത് കൂടുതൽ ആഴത്തിലാണ് കൂടുതൽ ഡ്രില്ല് ചെയ്യണം. അതിനുവേണ്ടി കുറേ കോടി രൂപ മുടക്കി അത് കുറേ കൂടെ ആഴത്തിൽ കുഴിച്ചാലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വേണ്ട എന്ന് വെച്ച് പോവുകയല്ല വേണ്ടത്. അവിടെ വീണ്ടും ആവശ്യമായ ആഴത്തിൽ കുഴിച്ച് ആ എണ്ണ കണ്ടെത്താനുള്ള ഇച്ഛാശക്തി വേണം. അതിനുവേണ്ടി പണം മുടക്കാൻ തയ്യാറാണ്. അപ്പോൾ ONGC അതിന് തയ്യാറായിരിക്കുന്നു. കൊല്ലത്ത് എണ്ണ വരാൻ പോവാണ്. കൊല്ലത്ത് ഇപ്പോൾ കൊല്ലം നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ സമ്പത്തെന്ന് പറയുന്നത് ധാതുമണലാണ്. നീണ്ടകര മുതൽ ആറാട്ടുപുഴ വരെ ആലപ്പുഴ തീരം കായംകുളം വരെ നീണ്ടു കിടക്കുന്ന ആ ഒരു 22 കിലോമീറ്റർ ബെൽറ്റിലുള്ള കരിമണൽ അത് ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ലെന്നാണ് പറയുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ കേരളം കടലിൽ പോകുമെന്നാണ് പറയുന്നത്. എത്രായിരം കോടി രൂപ കേരളത്തെ ഒരു ഗൾഫായി മാറ്റാൻ പറ്റുന്ന വലിയ സമ്പത്താണ് നമ്മുടെ തീരമേഖലയിലുള്ള ധാതുമണൽ. ആ ധാതുമണൽ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറല്ല. മത്സ്യത്തൊഴിലാളിക്ക് കടലിൽ പോകാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എടാ, ഇത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വരുമാനം കിട്ടുന്ന ആ സമ്പത്ത് ഉപയോഗിച്ച് മത്സ്യത്തൊഴിലാളിയെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞാൽ, അവന് തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ കൊടുത്താൽ, അവൻ ഈ കമ്പനിയിൽ ജോലി കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലേ? ഇപ്പോൾ ചൈനയുടെ കാര്യം മുമ്പ് പറയാനാണ്. ചൈനീസ് വൻമതിൽ ലോകത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഈടുവയ്പ്പാണല്ലോ. ചന്ദ്രനിൽ നിന്നാൽ വരെ കാണാൻ പറ്റും എന്ന് പറയുന്ന, അങ്ങനെ കാണാനൊന്നും പറ്റില്ലെന്നാണ് ഈ അടുത്ത സമയത്ത് പറയുന്നത്. പക്ഷേ പണ്ട് പോലെ നമ്മൾ പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആ ഏറ്റവും പൗരാണികമായ ലോകത്തിലെ ഏറ്റവും വലിയ ഈടുവയ്പ്പുകളിലൊന്നായ ഈ ചൈനീസ് വൻമതിൽ പോകുന്ന സ്ഥലത്ത് ഒരു ഭാഗത്ത് ഇതുപോലെ അമൂല്യമായ ധാതു സമ്പത്തുകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചൈനീസ് സർക്കാർ എന്ത് ചെയ്തറിയാമോ? അത്രയും ഭാഗങ്ങൾ പൊളിച്ചു, അവിടെ മൈൻ ചെയ്തു, അത് പരമാവധി എടുത്തു, എന്നിട്ട് അത്രയും ഭാഗം വീണ്ടും പണിത് വെച്ചു. അതാണ് വികസനം. അല്ലാതെ അയ്യോ പരിസ്ഥിതി പ്രകൃതി മനുഷ്യന് വേണ്ടിയിട്ട് കൂടിയാണ്. അതെ, അതിന് ശാസ്ത്രീയമായി വിനിയോഗിക്കുക, പ്രകൃതിയെ കുത്തിക്കൊല്ലാതിരിക്കുക എന്ന് തീരുമാനിച്ചാൽ എല്ലാ പ്രകൃതി വിഭവങ്ങളും എടുത്ത് കൂടുതൽ മെച്ചപ്പെട്ട നാടും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതവും കൂടുതൽ മെച്ചപ്പെട്ട രാജ്യവും ഉണ്ടാക്കാൻ കഴിയും. ഈ പരിസ്ഥിതി മൗലികവാദമാണ് ചില ഘട്ടത്തിൽ മതമൗലികവാദത്തെക്കാളും അപകടം. ഏതായാലും ഇതൊന്നും നടക്കാത്തൊരു സ്ഥലത്താണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത്, എണ്ണ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഈ മതമൗലികവാദമായിട്ട് ചെന്നാലും പരിസ്ഥിതി മൗലികവാദമായിട്ട് ചെന്നാലും പുറം പൊളിയും എന്ന് മാത്രമേ മിച്ചമുള്ളൂ. ഏതായാലും ഉത്തർപ്രദേശിലെ എണ്ണ, പ്രയാഗ്രാജിലെ എണ്ണ ഇനി നമ്മുടെ മോട്ടോർ വാഹനങ്ങളിൽ നിറയാൻ പോവുകയാണ്. അവിടുത്തെ എണ്ണ ഹറാമാണ് എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, കിട്ടുന്ന എണ്ണ അടിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.